ഞാൻ അമ്മയടുത്ത് പറഞ്ഞോളാം. ഓ അമ്മ, നിനക്ക് തിന്നാൻ എന്തെങ്കിലും വേണമെന്ന് ഞാൻ ചോദിച്ചതാ. നീ പറഞ്ഞ ഒന്നും വേണ്ട. അടുപ്പിക്കെ അടച്ച് പൂട്ടി. നീ ചാമ്പൽ വായിക്കുന്നു. ആഹാരത്തിന്റെ കാര്യമല്ല. നന്നായി. അമ്മ, എന്റെ ഫോണിലെ ചാർജ് ഒന്നും അങ്ങനെ കയറണില്ല. ഫോണിന്റെ മോട്ടിൽ ചാർജ് കുത്തിയിട്ട് മാത്രം പോരാ, സ്വിച്ച് കൂടെ ഓൺ ചെയ്യണം, എന്നാലേ കയറും. അങ്ങനെയല്ല, ഫോട്ടോസ് ഒക്കെ നിറഞ്ഞേ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു. അതുകൊണ്ട് ഭയങ്കര സ്ലോ. ഡിസ്പ്ലേയിൽ പച്ചവരെയൊക്കെ വീണ്. പച്ചയല്ലേ, പഴക്കട്ടാ. ഇതിൽ ചാർജ് ഒന്നും അങ്ങനെ നിക്കണില്ല. അതിനൊരു ബാങ്ക് ഉണ്ടല്ലോടാ. പുതിയ ഫോൺ EMI എടുക്കാനായിരിക്കും. PBI അല്ലല്ല, കഥക്ക് കറണ്ട് പോകുന്ന ഇഷ്ടിക സൈസിൽ ഒരു സാധനം കുത്തി കാറ്റുമല്ലോ എന്റെ മോട്ടിൽ. പവർ ബാങ്ക്. ബാങ്ക് എടുത്ത് എന്റെ മോട്ടിൽ കുത്തി യൂസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. +2 കണ്ടാ വാങ്ങിച്ചതാണ് ഈ ഫോൺ. 7 വർഷമായി. തന്നല്ലേ? 7 വർഷം കൊണ്ട് വീട്ടിൽ ചെറുപ്പൂല കയറി ഇരുന്നിട്ട് കളകഞ്ഞ് കുടിച്ചവൻ പണിക്ക് പോകാ. ഞാൻ അതല്ല അമ്മ ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് മനസ്സിലായി. പഴയ ഫോൺ മക്കളത് മാറ്റണം, പുതിയത് എടുക്കണം അല്ലേ? മക്കളെ പ്ലാവ് വേണ്ട, അത് നിങ്ങളുടെ മുളിച്ചാക്കേണ്ട. കണ്ട് നോക്കി കേട്ടോ. ഇറങ്ങട്ടെ അമ്മ. ചിത്തുമോനെ, ഞാൻ ഈ വീട്ടിൽ ആരാണ്? അമ്മയല്ലേ? മൊബൈൽ വന്ന പൈസ ഒന്നും വേണ്ട. പിന്നെ പൈസ കൊടുക്കാതെ മൊബൈലിൽ ആകാശത്ത് പൊട്ടിപ്പീണോ? എന്താണ് ഇവിടെ മനുഷ്യനെ മര്യാദ സമ്മതിക്കൂലേ? എവന് പുതിയ ഫോൺ എടുക്കണോ? പൈസക്കാരിയാണല്ലേ, നല്ല നടക്കട്ടെ. തുമ്പാ ചെമ്പ്. അച്ഛാ, അച്ഛൻ ഈ കാര്യത്തിൽ നിർഗുണനാണ്. നിങ്ങൾ ആരും എനിക്ക് പൈസ തരണ്ട. ഞാൻ ഫോൺ എടുത്ത്. എടുത്താ? ഇവിടെ എന്തേ ആര് വാങ്ങിച്ചു? എന്തേ വാങ്ങിച്ചു? ഞാൻ ഫോൺ എടുത്ത്. പുതിയതല്ല, പഴയതാണ്. സീലക്സ് വഴി. ഫോൺ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് ഫോൺ എടുക്കണം. ജോലിയുള്ള ഞാൻ ഇതൊരു ഫോൺ വാങ്ങിച്ചിട്ടില്ല. ജോലിയില്ലാത്ത ഇവ എങ്ങനെ ഫോൺ വാങ്ങിച്ചത്? ഇതുവരെയും മനസ്സിലാത്ത കാര്യമാണ്. ജോലിയില്ലാത്ത ആൾക്കാർ എങ്ങനെ ഇതൊക്കെ വാങ്ങിക്കണം? എടാ, ഞാനൊരു ഫോൺ എടുത്താൽ നിനക്കും കൂടി ഉള്ളതല്ലേടാ സത്യം? നീ എന്റെ ചേട്ടനല്ലേടാ? ഹൃദയം നിറയും കടാടി. ഇതാണ് സഹോദര സ്നേഹം. നിനക്കൊണ്ട് ഞങ്ങളാ ഗൾഫിൽ നിന്ന് അണ്ടിപ്പൈപ്പ് കൊടുത്തിടാൻ പറഞ്ഞാൽ അവ വീഡിയോ കോൾ വഴി പൊക്കി കാണിച്ചു തരും. അതവന്മാർ അറിവിച്ച പ്രായത്തിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലൊന്നും ചോദിച്ചോണ്ട് വരരുത്, ഒന്നും തരൂല. അതാണ് കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന പരിപാടി. വേറെ പ്രശ്നമൊന്നും വരില്ല. നല്ലൊരു ദിവസമാണ്. എന്തിനാണ് വഴക്ക് കൂടുന്നത്? അവൻ ഫോൺ എടുത്ത ദിവസമല്ലേ? എടാ അനിയ, പൈസ കൊണ്ടാ ഫോൺ വാങ്ങിക്കാൻ. എവിടെ നിന്ന് കിട്ടി? നീ ജോലിക്ക് പോവല്ലേ? അതിന് എന്റെ ഫോൺ എന്ന് പറയുമ്പോ നിന്റെയും കൂടെ അല്ലേടാ? കാര്യം പറയടാ, നിന്റെ ഡെബിറ്റ് കാർഡ് കീറി എടുത്തതാണ് ഈ ഫോൺ. പേടിക്കാൻ വേണ്ട, മൊത്തം കീറിയില്ല. മാസം 3000 രൂപ ചർച്ചാൽ മതി. EMI ഫോൺ എടുത്തത്. ഇപ്പോൾ ഒരു കാര്യം അച്ഛന് ബോധിയായി. എന്റെ കുടുംബക്കാരെ തിരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺസ്. അമ്മയുടെ ഡെബിറ്റ് കാർഡാണ് തപ്പിയത്. കിട്ടിയത് അവന്റെയും. അവനെ അഴിച്ചു വിട്ടേക്കല്ലേ, മോഷണവും തുടങ്ങി. ഇവനെങ്ങാനും എന്റെ ഡെബിറ്റ് കാർഡ് വരുന്നതാണ് എടുത്തിരുന്നെങ്കിൽ എടുത്താ നീ ചമ്മി പുഴുത്തേടാ. 0 ബാലൻസ്. നമുക്ക് സെൽഫി എടുക്കാം. ഒറ്റയ്ക്ക് എടുത്താൽ സെൽഫി. എടാ, നീ ഗിഫ്റ്റ് എന്തെങ്കിലും പറയാൻ സ്റ്റോറി ഇടാന്ന് നിനക്ക് ബൂസ്റ്റ് ആവും.